ഒരു ഷോകഥ വേതാളത്തെ വീണ്ടും പിടിച്ചിറക്കി തന്റെ മുതുകിൽ കയറ്റി വെച്ചുകൊണ്ട് വിക്രമാദിത്യൻ നടന്നു തുടങ്ങി. നടക്കുമ്പോഴുള്ള വിരസത മാറ്റാൻ ഞാൻ ഇനിയും കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വേതാളം അടുത്ത കഥ പറയാനും തുടങ്ങി. ചന്ദ്രവദന എന്ന യുവതിയെ ശരത് ചന്ദ്രൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണ യുവാവ് പ്രണയിച്ചു. എന്നാൽ ചന്ദ്രവദനയെ ചാരുഹാസൻ എന്ന മറ്റൊരു യുവാവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ ആയിരുന്നു മാതാപിതാക്കൾ നിശ്ചയിച്ചത്. തനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന് ചന്ദ്രവദന പലതവണ പറഞ്ഞിട്ടും വീട്ടുകാർ അത് ചെവിക്കൊണ്ടില്ല. അച്ഛൻ അമ്മമാരെ ധിക്കരിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിക്കാനുള്ള ധൈര്യം ചന്ദ്രവദനയ്ക്ക് ഉണ്ടായിരുന്നില്ല. പ്രണയം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അവൾ അച്ഛനമ്മമാരെ അനുസരിച്ചുകൊണ്ട് ചാരുഹാസനെ വിവാഹം ചെയ്തു. ഇതോടെ ശരത്ചന്ദ്രന്റെ അവസ്ഥ വളരെ ദയനീയമായി. അയാൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ചന്ദ്രവദനയെ ഓർത്തുകൊണ്ട് കരഞ്ഞു. അയാൾക്ക് പിന്നെ ശോകം നിറഞ്ഞ ദിനങ്ങൾ ആയിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. ആ ശോകമുഖതയിൽ ഉണ്ണാതെയും ഉറങ്ങാതെയും ക്ഷീണിതനായി ഒരു ദിവസം അയാൾ മരിച്ചു. ചന്ദ്രവദനയുടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. വിവാഹിത ആയെങ്കിലും ശരത് ചന്ദ്രനെ മറക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. നാട്ടിൽ നിന്നെത്തിയ കൂട്ടുകാരികൾ ശരത് ചന്ദ്രന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ സങ്കടം സഹിക്കവയ്യാതെ അവൾ ആത്മഹത്യ ചെയ്തു. ചന്ദ്രവദനയുടെ മരണം ചാരുഹാസനെ വല്ലാതെ ഉലച്ചു. അയാൾ അതിനുശേഷം ആരോടും മിണ്ടിയില്ല. ഏതാനും ദിവസങ്ങൾക്കകം ദുഃഖം സഹിക്കവയ്യാതെ അയാളും ജീവത്യാഗം ചെയ്തു. ഈ 3 മരണങ്ങളിൽ ഏതു മരണമാണ് കൂടുതൽ ശോക കാരണമാകുന്നത്? വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു. വിക്രമാദിത്യൻ പറഞ്ഞു, ചന്ദ്രവദനയും ശരത് ചന്ദ്രനും പ്രണയബദ്ധരായിരുന്നു. ചന്ദ്രവദനയുടെ വിവാഹശേഷം യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിതം നയിക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല. അതിനാൽ അവർ മരണത്തെ പുൽകി. എന്നാൽ ഭാര്യയുടെ മനസ്സിലുള്ളത് എന്തെന്നറിയാതെ അവളെ സ്നേഹിച്ച ആ ഭർത്താവിന്റെ മരണമാണ് നമ്മെ വളരെയേറെ ഉലക്കുന്നത്. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു. ഇതു കേട്ടപാടെ വേതാളം വിക്രമാദിത്യനെ വിട്ട് മുരിക്കുമരത്തിലേക്ക് കുതിച്ചു. വിവേകം ഇല്ലാത്ത പ്രവൃത്തി. വേതാളത്തെ വീണ്ടും പിടിച്ചിറക്കി തന്റെ തോളിൽ കയറ്റിക്കൊണ്ട് വിക്രമാദിത്യൻ നടന്നു. വേതാളം അടുത്ത കഥ പറയാൻ ആരംഭിച്ചു. സൗംവേഗം എന്ന രാജ്യത്ത് 4 ബ്രാഹ്മണ കുമാരന്മാർ ഉണ്ടായിരുന്നു. അവർ 4 പേരും അസാമാന്യ പാണ്ഡിത്യമുള്ള ഒരു യോഗിയുടെ കീഴിലാണ് വിദ്യാഭ്യാസം ചെയ്തത്. സഞ്ജീവനി മന്ത്രം പോലുള്ള മന്ത്രങ്ങൾ പലതും പഠിച്ചെടുത്ത അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്വഗൃഹത്തിലേക്ക് തിരിച്ചു. വനത്തിനുള്ളിലൂടെ ഉള്ള യാത്രക്കിടയിൽ അവർ ഒരു ജീവിയുടെ ദ്രവിച്ച അസ്ഥികൂടങ്ങൾ കണ്ടു. തങ്ങൾ ഗുരുവിന്റെ കയ്യിൽ നിന്നും വശത്താക്കിയ സംജീവനി മന്ത്രം ഈ ജന്തുവിന്മേൽ പരീക്ഷിക്കാൻ അവരുറച്ചു. ആ ജന്തു ജീവൻ വെടിഞ്ഞിട്ട് കുറെ കാലമായി എന്ന് അവർ ഊഹിച്ചു. അതിലൊരാൾ ചിതറിക്കിടക്കുന്ന അസ്ഥികൂടങ്ങൾ യോജിപ്പിച്ചു. 2ാമൻ അവയെ ദ്രവിച്ചു കിടക്കുന്ന മാംസം കൊണ്ട് പൊതിഞ്ഞു. 3ാമൻ അവയെ അതാത് സ്ഥാനങ്ങളിൽ പിടിപ്പിച്ചു. അതോടെ അതിന്റെ രൂപം പൂർണ്ണമായി. 4ാമൻ സഞ്ജീവനി മന്ത്രം പ്രയോഗിച്ച് അതിന് ജീവൻ നൽകി. അതൊരു പുലിയായിരുന്നു. ജീവൻ വച്ച പുലി ഉറക്കം വിട്ട് എഴുന്നേറ്റതുപോലെ ചുറ്റും നോക്കി. ചുറ്റിനും 4 മനുഷ്യരെ കണ്ടതോടെ അവരുടെ നേരെ കുതിച്ചു ചാടി. ജീവൻ അപകടത്തിൽ ആണെന്ന് മനസ്സിലാക്കിയ 4 പേരും ആയുധപ്രയോഗത്തിലൂടെ പുലിയെ കൊന്നു. ഹത്യ പാപം ആണല്ലോ. ആ പുലിയെ കൊന്നതിന്റെ പാപം 4 പേരിൽ ആർക്കാണ് കൂടുതൽ? ഇതായിരുന്നു വേതാളത്തിന്റെ ചോദ്യം. വിക്രമാദിത്യൻ പറഞ്ഞു, മറ്റു 3 പേരും ചേർന്ന് രൂപം പൂർണ്ണമാക്കിയതിനു ശേഷം ആണല്ലോ 4ാമൻ അതിന് ജീവൻ നൽകിയത്. പുലിയാണെന്ന് അറിഞ്ഞിട്ടും അത് തങ്ങളെ ആക്രമിക്കും എന്ന ബോധം ഉണ്ടായിട്ടും അതിനെ ജീവിപ്പിച്ച 4ാമനാണ് കൊടിയ പാപം ചെയ്തത്. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു. വേതാളം പിന്നെ സമയം കളഞ്ഞില്ല. അത് തിരിഞ്ഞു മുരുക്കുമരത്തെ ലക്ഷ്യമാക്കി പറന്നു. പാപം ആർക്ക്? വീണ്ടും വിക്രമാദിത്യൻ വേതാളത്തെ എടുത്തു പുറത്തു വച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. വേതാളം പുറത്തിരുന്നു കൊണ്ട് കഥ പറയാൻ ആരംഭിച്ചു. ഒരു ബ്രാഹ്മണൻ ദീർഘയാത്ര ചെയ്തുകൊണ്ട് ഒരു അഗ്രഹാരത്തിൽ എത്തി. അവിടെ അയാൾക്ക് ഭക്ഷണവും വിശ്രമവും കിട്ടി. അവിടെ നിന്ന് ഒരു പൊതി ഭക്ഷണവും വാങ്ങി അയാൾ യാത്ര തുടർന്നു. നടന്ന് അയാൾ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ എത്തിയപ്പോൾ അവിടെ അല്പസമയം വിശ്രമിക്കാൻ ഉറച്ചു. ആൽമരത്തിനു ചുവട്ടിൽ ചമ്രം പടിഞ്ഞിരുന്നു. കയ്യിൽ കരുതിയ പൊതിച്ചോർ തുറന്ന് അയാൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. ആ സമയം ആലിന്റെ മുകളിൽ ഒരു ഗരുഡൻ ഒരു കാളസർപ്പത്തെയും കൊക്കിൽ എടുത്തുകൊണ്ട് പറന്നു വന്നിരുന്നു. താമസിയാതെ ഗരുഡൻ സർപ്പത്തെ കൊത്തി തിന്നുവാൻ ആരംഭിച്ചു. സർപ്പത്തിന്റെ ഉഗ്രവിഷം താഴെ ഭക്ഷിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണന്റെ പൊതിച്ചോറിൽ വീണു. ഈ വിവരം അറിയാതെ ചോർ മുഴുവൻ ഭക്ഷിച്ച ബ്രാഹ്മണൻ അവിടെ വീണു മരിച്ചു. ബ്രാഹ്മണന്റെ മരണത്തിന്റെ ഉത്തരവാദി ആരാണ്? അയാളെ കൊന്നതിന്റെ പാപം ആർക്കാണ്? വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു. വിക്രമാദിത്യൻ പറഞ്ഞു, പൊതിച്ചോർ തയ്യാറാക്കി കൊടുത്തവർ ആരും പാപം ചെയ്തിട്ടില്ല. വിഷം കലർന്ന കാര്യം ബ്രാഹ്മണനും അറിഞ്ഞിട്ടില്ല. താഴെ ഒരാൾ ഇരുന്നു ഭക്ഷണം കഴിക്കുന്നതോ സർപ്പവിഷം അയാളുടെ ഭക്ഷണത്തിൽ വീണതോ ഗരുഡനും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതേപ്പറ്റി പറഞ്ഞു നടക്കുന്നവർക്കാണ് പാപം.
വിക്രമാദിത്യന്റെ മറുപടി കേട്ടതോടെ വേതാളം വീണ്ടും മുറുക്ക് മരം ലക്ഷ്യമാക്കി പറന്നു. കള്ളന്റെ കണ്ണുനീർ. വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെ എടുത്തു യാത്രയാരംഭിച്ചു. വേതാളം പറഞ്ഞു തുടങ്ങി. ഇന്ദ്രാവർത്ത രാജ്യത്തിൽ ധനവാനായ ഒരു വർത്തകന് രത്നാവതി എന്ന പേരുള്ള അതീവ സുന്ദരിയായ മകൾ ഉണ്ടായിരുന്നു. വിവിധ നാടുകളിൽ നിന്നായി വൻ പ്രഭുക്കന്മാരായ ആളുകളുടെ മക്കൾ, അതുപോലെ മറ്റു പല സുന്ദരന്മാരും അവളെ പാണിഗ്രഹണം ചെയ്യുന്നതിന് തയ്യാറായിക്കൊണ്ടുവന്നുവെങ്കിലും രത്നാവതിക്ക് അവരെ ആരെയും ഇഷ്ടമായില്ല. അവളുടെ വിവാഹത്തെ ഓർത്ത് പിതാവിന് വലിയ ഉത്കണ്ഠയായി. മകളുടെ മനസ്സിനിണങ്ങിയ വരനെ തേടി പിതാവും ഒരുപാട് ദേശങ്ങൾ അലഞ്ഞു. പക്ഷേ ഒന്നും ശരിയായി വന്നില്ല. അക്കാലത്ത് വീരകേസരി എന്നൊരു തസ്കരൻ ആ നാടിനെ വിറപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി. വലിയൊരു കൊള്ള സംഘത്തിന്റെ നേതാവായിരുന്നു അയാൾ. രാജാവിന്റെ ഭടന്മാർ പലവഴിക്കും വീരകേസരിയെ പിടിക്കാനായി ശ്രമിച്ചെങ്കിലും അവർക്ക് അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ രാജാവ് തന്നെ സ്വയം വീരകേസരിയെ കുടുക്കാൻ പുറപ്പെട്ടിറങ്ങി. നഗരത്തിലെ ഒരു ഇരുണ്ട കോണിൽ വെച്ച് വേഷപ്രച്ഛന്നനായി വന്ന രാജാവ് ഒരു അശ്വാരൂഢനെ കണ്ടുമുട്ടി. വേഷപ്രച്ഛന്നനായിരുന്ന രാജാവ് തികച്ചും അപരിചിതനായിരുന്ന അയാളോട് സൂത്രത്തിൽ ഒത്തുകൂടുകയും കുശലപ്രശ്നങ്ങൾ നടത്തുകയും ചെയ്തു. നഗരത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രം സന്ദർശിക്കാൻ എത്തിയ സഞ്ചാരി ആണെന്നാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തിയത്. ക്ഷേത്രത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് അയാളെ ഒരു രഹസ്യ സങ്കേതത്തിൽ എത്തിച്ചു. അവിടെ രാജാവിന്റെ സേനയിലെ ഒരു സംഘം പടയാളികൾ നേരത്തെ തന്നെ താവളം ഉറപ്പിച്ചിരുന്നു. താൻ ഒരു കോട്ടയുടെ മുൻവശം ആണ് എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ അയാൾ രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. പക്ഷേ രാജാവ് ഉടനെ തന്നെ അയാളെ കയറി പിടിക്കുകയും ഉടനെ അയാൾ ഒരു ശൂളം വിളിക്കുകയും ചെയ്തപ്പോൾ എങ്ങു നിന്നെന്നറിയില്ല ഒരുപറ്റം ആളുകൾ ഊരിപ്പിടിച്ച വാളുമായി രാജാവിനെ വളഞ്ഞു. അപ്പോഴേക്കും രാജാവിന്റെ രക്ഷക്കായി സൈന്യം കോട്ടയ്ക്ക് പുറത്തെത്തിയിരുന്നു. തുടർന്നു നടന്ന സംഘർഷത്തിൽ രാജഭടന്മാരുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല. അവരിൽ പലരും വധിക്കപ്പെട്ടു, ബാക്കിയുള്ളവർ കീഴടങ്ങി. അശ്വാരൂഢനായ ചെറുപ്പക്കാരൻ വീരകേസരിയായിരുന്നു. ഭടന്മാർ അയാളെ രാജാവിനു മുമ്പിൽ എത്തിച്ചു. രാജാവ് അടുത്ത നാളിൽ തന്നെ അയാളെ പൊതുസ്ഥലത്തിൽ വച്ച് തൂക്കിലേറ്റാൻ വിധിച്ചു. വീരകേസരി എന്ന കൊള്ളക്കാരനെ ബന്ധനസ്ഥനാക്കിയ വിവരമറിഞ്ഞ് നാട്ടുകാർ കൂട്ടത്തോടെ അയാളെ കാണാൻ എത്തി. അക്കൂട്ടത്തിൽ രത്നാവതിയും അവളുടെ അച്ഛനും ഉണ്ടായിരുന്നു. വീരകേസരിയെ കണ്ടതോടെ രത്നാവതിക്ക് അതുവരെ ആരോടും തോന്നാതിരുന്ന ഒരു അടുപ്പം അയാളോട് തോന്നി. അത് അനുരാഗമായി മനസ്സിൽ വളരുകയും ചെയ്തു. തനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഇയാളുടെ കൂടെ ആയിരിക്കണം എന്ന് അവളുടെ അന്തരംഗം മന്ത്രിച്ചു. രത്നാവതി ഇക്കാര്യം പിതാവിനെ അറിയിച്ചു. അതുകേട്ട് ഞെട്ടിയ പിതാവ് മകളോട് എന്തു പറയണമെന്ന് അറിയാതെ വിഷമിച്ചു നിന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെയാണ് തന്റെ മകൾ ഭർത്താവായി വേണമെന്ന് പറയുന്നത്. അവളുടെ ആഗ്രഹത്തിന് എതിർ നിൽക്കാൻ കഴിയാതെ അയാൾ രാജാവിനെ ചെന്നു കണ്ടു വീരകേസരിയെ തനിക്ക് വിട്ടുതരണമെന്നും അതിനു പകരമായി തന്റെ സമ്പത്ത് മുഴുവനും ഖജനാവിന് നൽകാമെന്നും പറഞ്ഞു. നാടു മുഴുവൻ വെറുക്കുന്ന ഒരു കുറ്റവാളിയെ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ജയിലിൽ കഴിയുന്ന രാജ്യദ്രോഹിയെ വിട്ടുകൊടുക്കാൻ രാജാവ് തയ്യാറായില്ല. രാജ്യത്ത് നിലനിൽക്കുന്ന നീതി നിയമങ്ങളെ ലംഘിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജാവ് അയാളെ മടക്കി അയച്ചു. ഒടുവിൽ വീരകേസരിയെ തൂക്കിലേറ്റുന്ന ദിനം സമാഗതമായി. തലേന്ന് ഉറങ്ങാതെ രത്നാവതി തന്റെ ഇഷ്ടദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കൊല്ലവനെ എന്ന് പറഞ്ഞു അലറുന്ന ജനസഞ്ചയത്തിനിടയിലൂടെ വീരകേസരിയെ രാജഭടന്മാർ തൂക്കുകയറിലേക്ക് ആനയിച്ചു കൊണ്ടുവരികയായിരുന്നു. തൂക്കുമരത്തിനടുത്ത് എത്തിയപ്പോൾ അയാൾ ഓർത്തു, തന്റേതു ഒരു പാഴായ ജീവിതം ആയിരുന്നു. സന്തോഷവും തൃപ്തിയും നൽകുന്ന ഒന്നും താൻ ചെയ്തിട്ടില്ല. ഒന്നു പ്രാർത്ഥിക്കാനുള്ള നന്മ പോലും തന്നിൽ ഉണ്ടായിരുന്നില്ല. നിർവികാരതയായിരുന്നു തൂക്കാൻ നേരത്ത് അയാളുടെ മുഖത്ത് ഉണ്ടായിരുന്നത്. പൊടുന്നനെ ആൾക്കൂട്ടത്തിൽ നിന്നും സുന്ദരിയായ ഒരു യുവതി ഓടിവന്ന് അയാളുടെ കാൽക്കൽ വീണു. തന്റെ പ്രിയനെ രക്ഷിക്കണേ എന്ന് അവൾ കരഞ്ഞു വിളിക്കുന്നുണ്ടായിരുന്നു. രത്നാവതിയായിരുന്നു അത്. അവളുടെ മാതാപിതാക്കൾ അവളെ ഏറെ കഷ്ടപ്പെട്ടാണ് പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്. വീരകേസരി അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അടുത്ത ക്ഷണം അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയാൾ കരയാൻ തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായി അയാൾ രണ്ടുകൈയും കൂപ്പി പ്രാർത്ഥിച്ചു. അതിനുശേഷം അയാൾ കൊലക്കേർ തന്റെ കഴുത്തിൽ ഇട്ടു. വിധി ന്യായം ഉറക്കെ വായിച്ചുകൊണ്ട് ഭടന്മാർ അയാളെ തൂക്കിലേറ്റി. രത്നാവതി അവിടെ തന്നെ ബോധരഹിതയായി നിലം പതിച്ചു. പക്ഷേ രണ്ടുപേരുടെയും പ്രാർത്ഥന ഫലം ചെയ്തു. ഈശ്വരന്മാർ വീരകേസരിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. രത്നാവതിയും വീരകേസരിയും ജീവിതത്തിൽ ഒന്നായി. ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതുപോലുള്ള ജീവിതമായിരുന്നു പിന്നീടങ്ങോട്ടുള്ള വീരകേസരിയുടെ ജീവിതം. കഥ പൂർത്തിയാക്കിക്കൊണ്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, ആ കൊള്ളക്കാരൻ തൂക്കുകയറിനു മുന്നിൽ ആദ്യം ചിരിക്കുകയും പിന്നീട് കരയുകയും ചെയ്തത് എന്തിനായിരുന്നു? വിക്രമാദിത്യൻ അതിനുള്ള മറുപടി ഉടനെ പറഞ്ഞു തുടങ്ങി. തീരെ പരിചയമില്ലാത്ത ഒരു പെണ്ണ് തനിക്കു വേണ്ടി കരയുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ചിരി വന്നു.
പിന്നീട് ആ പെൺകുട്ടിയെ ചൊല്ലി അവളുടെ മാതാപിതാക്കൾ വേദനിക്കുന്നത് കണ്ടപ്പോൾ അയാൾ ബന്ധത്തിന്റെ മൂല്യം അറിഞ്ഞു. തനിക്കു ലഭിക്കാതെ പോയ മാതാപിതാക്കളുടെ സ്നേഹത്തെപ്പറ്റി ഒരു നിമിഷം അയാൾ ഓർമ്മിച്ചു പോയിട്ടുണ്ടാവണം. അതാണ് അയാളെ കണ്ണീരണിയിച്ചത്. ഇത് കേട്ടതോടെ വേതാളം വിക്രമാദിത്യനെ വിട്ട് മുറുക്ക് മരത്തിലേക്ക് പറന്നു.